ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സാലഡ് റെസിപ്പി ഉൾപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്രിൽഡ് ചിക്കൻ റെസിപ്പിയുമാണ് ഞാൻ ഇന്നത്തെ മെനു കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹരിയാലി ചിക്കൻ ഗ്രിൽഡ് റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ആക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചിക്കനിൽ മാരിനേഷൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യം ഒരു എരിവിനനുസരിച്ച് ഒരു 5-10 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കപ്പ് മല്ലിയില അതുകൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ചേർക്കേണ്ടത് പുതിന ഇലയാണ്. അതിൻ്റെ തണ്ട് ഒഴിവാക്കി നമുക്ക് ഇലകൾ മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ആവശ്യത്തിന് അല്പം വെള്ളം ചേർത്താൽ മതി. അതും കൂടി വെള്ളം ഒന്ന് ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഇതൊന്ന് അരച്ച ശേഷം നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ്റെ വെള്ളം ഓൾറെഡി അതിലുണ്ടാവും, അതുകൊണ്ട് കൂടുതൽ ലൂസായിട്ട് നമുക്കിത് അരച്ചെടുക്കേണ്ട. ഇനി ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 1-2 ടേബിൾ സ്പൂൺ തൈരാണ്. ഇതൊക്കെ നമുക്ക് കുറച്ച് മുമ്പേ തലേന്ന് തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ആവശ്യത്തിനുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. കുറച്ച് ഒരു ഹാഫ് ചെറുനാരങ്ങയുടെ നീരും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഞങ്ങൾക്ക് വീക്കെൻഡിലൊക്കെ ആക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെയുള്ള സാലഡും അടിപൊളിയാണ്. അതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ജീരകപ്പൊടി, നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൊടി, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് കസൂരി മേത്തിയാണ്. അതും കൂടി ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതും കൂടി ഇട്ടാൽ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂണ് കസൂരി മേത്തിയും കൂടി ചേർത്ത് ആവശ്യത്തിന് കുറച്ച് ഓയിലും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. തലേന്നല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ചാലേ നമ്മുടെ ചിക്കനിലെ മസാലയൊക്കെ ഉറങ്ങും. ഇനി നമുക്ക് ഇതുപോലെ പാൻ വെച്ചൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. കൂടുതൽ ഓയിലൊന്നും ഒഴിക്കണ്ട. ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം. എന്നാൽ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. വെള്ളമൊന്നും തീരെ ആവശ്യമില്ല. ഇതുപോലെ ജസ്റ്റ് വെച്ചൊന്ന് മൂടി വെച്ചാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ തന്നെ ഇതുപോലെ വെള്ളം ഇറങ്ങി നമുക്കെല്ലാം ഒന്ന് വെന്ത് കിട്ടും. പിന്നെ അതിന് ശേഷം ആവശ്യത്തിനുള്ള ഓയിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഓരോ ചിക്കൻ പീസസ് ഇവിടെ നിരത്തി കൊടുക്കാം. ആദ്യം നമ്മൾ ഇതുപോലെ പാനിലൊന്ന് വേവിച്ചെടുത്താൽ നമുക്ക് കൂടുതൽ ടൈം വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഞാൻ ഈ സാലഡിൻ്റെ റെസിപ്പി കാണിക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സാലഡാണ്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് പാർട്ടിക്കോ അല്ലാതെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ അവക്കാഡോ മാംഗോ ഒക്കെ വരുന്ന നല്ലൊരു അടിപൊളി സാലഡാണ്. ആദ്യം നമുക്ക് ബൗളിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 മാങ്ങ മുറിച്ചത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. അധികം പഴുത്ത മാങ്ങ വേണമെന്നില്ല, ചെറിയൊരു പഴുപ്പ് മതിയാവും. എന്നാലേ നമ്മൾ സാലഡിനൊരു ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ ആദ്യം മാങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ട ഒരു തക്കാളിയാണ്. ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഉള്ളി നീളത്തിൽ അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് ഒരു അനാറാണ്.
ആ അനാറും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് നമ്മുടെ അവക്കാഡോ ആണ്. ഒരു അവക്കാഡോ ചെറുതായി കട്ട് ചെയ്തത് നമുക്കിതിലേക്ക് ചേർക്കാം. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സാലഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അധികം ഈ ഗ്രിൽ റെസിപ്പിയുടെ കൂടെയൊക്കെ സാലഡ് ഒരുമിച്ച് കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നമുക്കിതിലേക്കുള്ള പൊടികളും ഇതൊക്കെ ചേർത്ത് കൊടുക്കണം. നമുക്ക് പുളിപ്പിന് ആവശ്യമായ ഒരു ഹാഫ് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയൊരു കുറച്ച് നമ്മൾ പഞ്ചസാരയും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആ പുളിയും ഇതൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി കുറച്ചേ ഇടുന്നുള്ളൂ. 1 ടീസ്പൂൺ ഇട്ടാൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ നമ്മുടെ ഡ്രൈഡ് റെഡ് ചില്ലി ക്രഷ് ചെയ്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ചൊന്ന് നല്ലപോലെ മിക്സ് ആക്കിയെടുക്കാം. ശരിക്കും ഒരു ഹെൽത്തി ഡയറ്റ് ഉദ്ദേശിക്കുന്നവർക്ക് ഈ സാലഡ് മാത്രമായി കഴിച്ചാലും മതി. നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ആക്കി നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ലാസ്റ്റ്ലി ഒരു ഡെസേർട്ട് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ എൻ്റെ ഷോർട്സ് വീഡിയോയിലുണ്ട്. ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടാം. വേണ്ടവർ നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡെസേർട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല റെസിപ്പീസുമായി ഇനിയും വരാം. താങ്ക് യു.